ഹായ്, ജിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരണേ നിങ്ങൾക്ക്. അപ്പോൾ എയർ ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ കമ്പിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ എയർ ഗ്രാഫ്റ്റ് ചെയ്യാം, ഒരുവിധം എല്ലാ ഫലവൃക്ഷങ്ങളുടെ മുകളിൽ നമുക്ക് എയർ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ ഉണ്ടാക്കാം, അതേ ക്വാളിറ്റിയുള്ള ചെടി ഉണ്ടാക്കാം. അതിനുള്ള ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തായ്വേരുണ്ടാവില്ലേ, അതാണ് നമ്മൾ എയർ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന തൈകളുടെ ഒരു മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറിയാം. അപ്പോൾ ഉയരം ഒതുങ്ങി കൂട്ടാതെ നമ്മൾ അതിനെ കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് എയർ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത് ഈ അമ്പഴത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ അമ്പഴത്തിൻ്റെ കമ്പ് നമുക്ക് എയർ ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് നല്ല ചാക്കിച്ചരടോ പ്ലാസ്റ്റിക് കരയറോ എനിത്തിങ് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കെട്ടാൻ പറ്റുന്ന ഒരു ടൈറ്റായിട്ട് വലിച്ച് കെട്ടാൻ പറ്റുന്ന. പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറ്, അതിൽ നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വയലിലെ, നാട്ടിലൊക്കെ ആണെങ്കിൽ വയലിലത്തെ ചളി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചകിരിച്ചോറ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോട്ടി മിക്സ് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നല്ലോണം നനവുണ്ടായിരിക്കണം, നനവോടുകൂടി കെട്ടിവെക്കണം. പിന്നെ നനവ് ഉണങ്ങുന്ന രീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നനച്ചു കൊടുക്കണം, അത്രേ വേണ്ടൂ. പിന്നെ ഒരു നല്ലൊരു കത്തി. ഓക്കെ, ഇനി ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, നമ്മൾ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ് തൊലി. കഴിഞ്ഞൊരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു റൗണ്ട് കട്ട് ചെയ്യാണ്. കഴിഞ്ഞ് നമുക്ക് ഈ തൊലി അങ്ങ് അടത്തിക്കളയണം. ഇതിൽ ചിലർ റൂട്ടിംഗ് ഹോർമോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. പെട്ടെന്ന് ഒന്നും കൂടി തൊലി വരാനൊക്കെ, അല്ലെങ്കിലും ഇത് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇത് നല്ലോണം ചുരണ്ടി കളയണം. ഇതിനൊരു തൊലി പൊളിച്ച് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് പോലെയുള്ള ഇതുണ്ടാവും. ഇത് നിന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ തൊലി ഇവിടെ വന്ന് കയറും. അപ്പോൾ ആ തൊലി കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കൊഴുപ്പ് അതിൻ്റെ പോലെയുള്ള ഈ തൊലി പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മരത്തിനും ഉണ്ടാവും അത്. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട്, മണ്ണ് ചെളിയാക്കിയിട്ടുണ്ട്. ഒരു പകുതി, ഒരു കവറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നനച്ച മണ്ണാണ്, നല്ല നനവുണ്ട്. നമ്മളിങ്ങനെ മടക്കി പിടിക്കുക, അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യുക. സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ അകന്നിട്ട്, ഇതുപോലെ അകന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഈ ഉണ്ടോ ഇതുപോലെ അതിൻ്റെ സെൻറ്ററാക്കിയിട്ട് നമ്മളങ്ങനെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് മടക്കി വെച്ച ഭാഗം നമ്മൾ തിരിച്ചിങ്ങോട്ട് മടക്കി അങ്ങനെ മടക്കിയിട്ട് നമ്മൾ ചാക്കി ചരടുണ്ടോ പ്ലാസ്റ്റിക് വള്ളിയുണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മളതിനെ ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കും.
അതിൽ വെള്ളം നനവ്. നമ്മൾ ഈ കട്ടിങ് മുകളിലൊക്കെ ആക്കി വെക്കണത് നമുക്ക് നനയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ മുകളിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നനവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതൊരു 2-2.5-3 മാസം ഇരിക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ വേര് വരും. നമ്മൾ ഇത് ഏത് ഇതിൻ്റെ മുകളിലും നമുക്ക് ചെയ്യാം, ഏത് ഫലവൃക്ഷത്തിൻ്റെ മുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മുന്നേ ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ വേര് വന്നു തുടങ്ങി. അമ്പഴത്തിൻ്റെ മുകളിൽ തന്നെ കണ്ടോ വേര്, കണ്ടോ വേര് വന്ന്, കണ്ടോ ഇത് കണ്ടോ വേര് വന്നു. മുറിക്കാറായിട്ടില്ല. ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് എല്ലായിടത്തേക്കും വേര് എത്തിയിട്ടില്ല. വേര് കിളുത്തു. ഇത് ചെയ്തതാണ്, ഇതും ചെയ്തതാണ്. ഇതിനും വേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 മാസമായിട്ടുള്ളൂ. ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുറിച്ച് ചട്ടിയിൽ വയ്ക്കാം. കണ്ടോ ഇത് വേരാണ്, ഈ കാണുന്നത് വേരാണ്, ഇത് വേരാണ്, ഇത് വേരാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എയർ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ എയർ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞത് വേര് വന്നത് ഒരു കടപ്ലാവിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് വയ്ക്കാം. കടപ്ലാവിൻ്റെ മുകളിൽ ഞാൻ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് എന്ത് ചെയ്യാം, ചട്ടിയിൽ പിടിച്ചിടും. ഓക്കെ, നമുക്ക് കടപ്ലാവിൻ്റെ അതിൻ്റെ മുകളിൽ ചെയ്തത് വേര് കണ്ടോ, അതാണ് വേര്. പിന്നെ ചട്ടിയിലേക്ക് ഇനി മണ്ണിലേക്ക് നമുക്ക് വയ്ക്കാം. നമുക്കിതിനെ ചട്ടിയിലേക്ക് വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഇല നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കാറ്റത്ത് കിടന്ന ആടും. നമുക്ക് ഇലേനെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കെട്ടഴിക്കാം. പേര് വന്നോ അല്ല, അപ്പം നമ്മുടെ കടപ്ലാവാണത്. ഇനി ഇത് ഇളക്കാതെ എടുക്കണം, അതാണ് നമ്മുടെ റിസ്ക്. കണ്ടോ, ഇതിൻ്റെ മേൽഭാഗത്താണ്, ഇവിടെയാണ് വേര് പൊട്ടിയേക്കണത്. കണ്ടോ സ്ഥലത്ത് താഴെയല്ല വേര് പൊട്ടുക, മേലെയാണ്. അപ്പോൾ നമ്മൾ റൂട്ടിങ് ഹോർമോണൊക്കെ പരട്ടുന്നവർ മേലെ ഭാഗത്ത്, മേലെ കട്ടിങ്ങിലാണ് പരട്ടേണ്ടത്. കണ്ടോ, ഇതിന് ചട്ടിയിലേക്ക് വെച്ചാലോ നമുക്ക്. നനച്ചിട്ട് നല്ല 10-15 ദിവസം ശരിക്കും തണലിൽ ഉള്ള ഭാഗത്ത് വയ്ക്കുക. അപ്പോൾ എയർ ഗ്രാഫ്റ്റിംഗ് കണ്ടില്ലേ, എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിച്ചിട്ട്, ഈ മഴക്കാലത്താണെങ്കിൽ ഏറ്റവും നല്ല എയർ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ നല്ലതും മഴക്കാലത്ത്. അപ്പോൾ നമുക്ക് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഫ്രൂട്ട്സൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദിച്ച് എയർ ഗ്രാഫ്റ്റ് ചെയ്യുക. എയർ ഗ്രാഫ്റ്റ് ചെയ്താൽ 99% നമുക്ക് തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്തൊരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.